ഹലോ ഹലോ നമസ്കാരം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ എന്താ പറഞ്ഞുള്ള കുറ്റിയടിക്കൽ കഴിഞ്ഞു, ഫൗണ്ടേഷൻ കയറി. ഇന്ന് നമ്മൾ കല്ലിടാണ് കേട്ടോ. നമ്മുടെ വീടിന് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ കല്ലിടലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ മലപ്പുറം തമ്പുരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ബെല്ലേക്ക് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു കുടുംബം, ഞങ്ങളടങ്ങിയ അച്ഛനും അമ്മയും രണ്ട് ചേച്ചിമാരും അതുപോലെ തന്നെ ഞാനും അടങ്ങിയൊരു ചെറിയൊരു കുടുംബമാണ് ഇപ്പോൾ നമ്മളിവിടെ. നമ്മളിപ്പോൾ വീട്ടിലുള്ളത് ഞാനും ഏട്ടനും അമ്മയും അച്ഛനുമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 മക്കളും. അപ്പോൾ ഞങ്ങൾക്കായിട്ടുള്ള ഒരു കൊച്ചു വീടുണ്ടാക്കലാണ് കേട്ടോ. 800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ അമ്മ കല്ല് വെച്ചു. അപ്പോൾ ഒപ്പത്തിനൊരു കല്ലും കൂടി വെക്കണം, ഏട്ടനും കൂടിയിട്ട് 2 കല്ല് അങ്ങനെ വെക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കല്ലിടിച്ചതിന് ശേഷം ഞങ്ങളുടെ ചെറിയച്ഛൻ്റെ മകൻ്റെ കുട്ടീൻ്റെ 28ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയതിൻ്റെ ചെറിയൊരു വിശേഷ ഭാഗം ഞാൻ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മൾ അറിയിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് നമ്മുടെ ചാനൽ ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വീടിൻ്റെ തറക്കല്ലിട്ട് ഇന്ന് തറപ്പണി നടക്കുകയാണ്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ട് കുഞ്ഞേട്ടനും ശ്രീധരേട്ടനും ഒക്കെയാണ് കേട്ടോ നമ്മുടെ തറപ്പണി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്ല് വെച്ച് കൊടുത്ത് നമ്മളോട് വന്ന് തുളസിപ്പൂവൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും പാറും കൂടി ഇട്ടു കേട്ടോ. അമ്മയൊക്കെ ഇട്ടു. അച്ഛനാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനും വന്നില്ല കേട്ടോ. എന്നും ചെളിയുമാണ്, പിന്നെ കയറ്റിറക്കാണ്. അപ്പോൾ പിന്നെ അച്ഛന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാവരും ഇട്ടു. പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിത് ഒരു കോൺട്രാക്ട് കൊടുത്തതാണ് കേട്ടോ, കരാറാണ്. അപ്പോൾ നമ്മൾ കോൺട്രാക്ട് കൊടുത്ത ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഗണേശ് ഏട്ടനാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഏട്ടനാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് 28-നാണ് കേട്ടോ. അന്ന് നൂൽക്കെട്ട് ചടങ്ങൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ്. നമ്മൾ നൂൽക്കെട്ട് ചടങ്ങിൻ്റെ എല്ലാ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെറിയമ്മ ഞങ്ങളെ അമ്മായി എന്നാണ് വിളിക്കുക, ബിന്ദുമ്മായി എന്നാണ് വിളിക്കുക. ശരിക്കും ഞങ്ങൾ ചെറിയമ്മയാണ്, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അപ്പോൾ അത് ഇപ്പം ചന്ദനത്തിരി കത്തിക്കുന്ന അവരെ മോളാണ് കേട്ടോ. 2 കുട്ടികളാണ്. ആളെ പേര് അമ്മു, ഷിബിനാണ് പേര്. അമ്മു എന്ന് വിളിക്കും. എൻ്റെ നാത്തൂനാണ്, എൻ്റെ ചെറിയ നാത്തൂനാണ്. അപ്പോൾ ഇതാണ് മരുമോളും മോന് പോലീസിലാണ്, ഇപ്പോൾ MSPയിലാണ് കേട്ടോ ആൾ. പിന്നെ മരുമോള് രേവതി. ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയുള്ള വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ അതായത് അധികം ആൾക്കാർ തിങ്ങി നിൽക്കണ്ടല്ലോ വിചാരിച്ച് ചെറിയതും കൊണ്ട് എൻ്റെ ചെറിയ മോള് ചാരുവിനും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടുത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കുഞ്ഞുണ്ണീൻ്റെ നൂൽകെട്ട് ചടങ്ങാണ് കേട്ടോ. അപ്പോൾ വയമ്പും കായൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ദേവ ഇരിക്കുന്നുണ്ട് അവിടെ. പാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാറു വേഗം അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. കാരണം ഓളും കൂടെ അവിടെ ഇരുന്ന് അവർക്ക് 2 പേർക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓള് വേഗം അവിടെ നിന്ന് മാറ്റി. അമ്മമ്മ കുട്ടികളാണ് ദേവയും പാറും. അപ്പോൾ അമ്മായിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവിടെ എത്തണം. അപ്പം അമ്മായിൻ്റെ വേഗം ഓടിച്ചാടി ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം മാറ്റി. അപ്പോൾ മറക്കരുത് കേട്ടോ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. പിന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നിൽ എത്തിക്കും. നമ്മളെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്ന വീഡിയോസ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതാണേ, കാരണം പ്രത്യേകിച്ചൊന്നൊരു എങ്ങോട്ടും പോകാത്തതുകൊണ്ട് എന്നിപ്പോൾ ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ മാത്രമായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊതുവെ അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ഇപ്പോൾ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു വ്ളോഗോ കാര്യങ്ങളൊക്കെ നമ്മളെ വീട് പണി ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വയമ്പും കായും കൊടുക്കലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ വയമ്പും കായൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ എന്ന് പറഞ്ഞാൽ സദ്യേൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ചാരുവാണെങ്കിൽ പിടിച്ചിങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഇല. അപ്പം ഞാൻ കുറച്ച് നേരം നിർത്തും വീഡിയോ എടുക്കൽ, എന്നാലും പിന്നെയും എടുക്കും. അപ്പോൾ ആദ്യം നെയ്യ് വിളമ്പിയിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചടി കിച്ചടി എല്ലാം. സദ്യേൻ്റെ കാര്യം അടിപൊളി കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡിങ്ങിന് തന്നെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയവർക്ക് താങ്ക് യു. ഞങ്ങൾ കഴിച്ചു, സംതൃപ്തിയായി എന്ന് അറിയിക്കുന്നുണ്ട്. നല്ല അടിപൊളി വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാറൂസാണ് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് ആൾ. ഞാനും ചാരും പാറുവാണ് അപ്പോൾ ഇരുന്നത്. പിന്നെ ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. ഫുഡിങ് ടൈം അല്ലേ, അധികം ഞാൻ സംസാരിക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയുക കേട്ടോ, അറിയിക്കുക. അപ്പോൾ നമ്മൾ അത്ര വലിയ വ്ളോഗും ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോവും വിശേഷങ്ങളായിട്ട് നിങ്ങൾ മുന്നിൽ നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.